ഉണ്ട്. ഞാൻ പറഞ്ഞു, നിൻ്റെ കുഞ്ഞുണ്ണി ഈശോയെയും കൈ പിടിച്ച്, മമ്മിയുടെ റൂം നമ്പറിൻ്റെ പേര് 6902 ആയിരുന്നു. 6902 നീയും ഉണ്ണീശോയും കൂടെ ചെന്ന് എൻ്റെ മമ്മീനെ സൗഖ്യപ്പെടുത്തി എനിക്ക് തരണം. എൻ്റെ മമ്മീനെ ബെഡിഡനായിട്ട് കാണരുതേ. ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചിലപ്പം വെജിറ്റബിളായി ഇങ്ങനെ കിടക്കേണ്ടി വരും, വെൻറ്റിലേറ്ററിലിടണം. ഇതെൻ്റെ ഹസ്ബൻഡ് ബിബി മോൻ ജോസഫ്. ഞങ്ങൾ ഇടുക്കി ജില്ലയിലെ ഇരട്ടയാർ ഇടവകയിൽ നിന്ന് വരുന്നു. ഞങ്ങൾ കുവൈറ്റിലാണ്, ഇപ്പോൾ ലീവിന് വന്നിരിക്കുന്നു. അമ്മ മാതാവും തിരുക്കുമാരനും ഞങ്ങളുടെ കുടുംബത്തിന് നൽകിയ നിരവധിയായ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുവാനാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. ആദ്യമേ തന്നെ ഞാനൊരു വലിയ അത്ഭുതം പറയുവാനാണ്. അത് ഞാൻ ഉടമ്പടിയിൽ വെച്ചിരുന്ന കാര്യമല്ല. ഞാൻ 2021 ഫെബ്രുവരി 8 ഓൺലൈൻ ഉടമ്പടി എടുത്തിരുന്നു, അവിടെ കൊറോണയുള്ള സമയത്ത്. അത് കഴിഞ്ഞിട്ട് കൊറോണ ആയതുകൊണ്ട് ഞങ്ങൾക്ക് പിന്നെ ട്രാവൽ ചെയ്യാൻ പറ്റത്തില്ല. എസ്പെഷ്യലി ഞാൻ മെഡിക്കൽ ഫീൽഡ് ആയതുകൊണ്ട് അവർ ലീവ് തരത്തില്ല. അപ്പോൾ ഒരു എമർജൻസിക്ക് വേണ്ടി ഹസ്ബൻഡ് ഒക്ടോബർ 30, 2021 ഇവിടെ വന്നപ്പോൾ തീർത്ഥാടക ഉടമ്പടി എടുത്തു. ഹസ്ബൻഡാണ് തീർത്ഥാടക ഉടമ്പടി എത്തിയിരിക്കുന്നത്. ഈ 2022 സെപ്റ്റംബർ 8 എൻ്റെ മമ്മി, ആക്ച്വലി 62 വയസ്സേ ഉള്ളൂ, വലിയ ശാരീരിക അസുഖങ്ങളൊന്നുമില്ല, പ്രഷറുണ്ട്, വീട്ടിലെ പണികളെല്ലാം ചെയ്യുമായിരുന്നു. പെട്ടെന്ന് ടയേർഡാകുകയും സോഡിയം കുറഞ്ഞു പോവുകയും ചെയ്തു. അങ്ങനെ ഞങ്ങൾ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ, എൻ്റെ ബ്രദറാണ് മമ്മിയുടെ കൂടെ നിൽക്കുന്നത്, അവൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും മമ്മിയുടെ BP എല്ലാം താന്നുപോയി. അങ്ങനെ BP-ക്കുള്ള മെഡിസിൻ ഇട്ടു. BP മെഡിസിൻ മാക്സിമം സപ്പോർട്ടിലായിരുന്നു. ഓക്സിജൻ്റെ ലെവൽ തീരെ കുറവായിരുന്നു, ഓക്സിജനിലായിരുന്നു. ഫുഡൊന്നും കഴിക്കാൻ പറ്റത്തില്ല, കോൺഷ്യസ് ആയിരുന്നില്ല, അൺകോൺഷ്യസ് ആയിരുന്നു മമ്മി. അങ്ങനെ മൂക്കിൽ കൂടെ ട്യൂബ് ഇടുകയും എല്ലാം ചെയ്തു. 2-3 ദിവസം അങ്ങനെ കടന്നു. അത് കഴിഞ്ഞിട്ട് ഗ്രാജുവലി മമ്മിയുടെ ലെവൽ, BP-യുടെ മരുന്നെല്ലാം കുറച്ചു, സോഡിയത്തിൻ്റെ ലെവലെല്ലാം കയറി, പൊട്ടാസ്യം ലോ ആയിരുന്നു, പൊട്ടാസ്യത്തിൻ്റെ ലെവലെല്ലാം നോർമലായി. ഒരുവിധം ഓക്കെ ആയി കഴിഞ്ഞപ്പോൾ മമ്മീനെ ICUവിൽ നിന്ന് വാർഡിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. ഞങ്ങളുടെ ഇവിടെയുള്ള ഒരു സ്വകാര്യ ഹോസ്പിറ്റലിലായിരുന്നു മമ്മീനെ അഡ്മിറ്റ് ചെയ്തിരുന്നത്. അങ്ങനെ മമ്മി വാർഡിൽ വന്നു കഴിഞ്ഞിട്ട് 1 ഡേ നല്ല കോൺഷ്യസ് ആയിട്ട് സംസാരിച്ചു, വായിക്കൂടെ ഫുഡെല്ലാം കഴിച്ചു, ഓക്കെ ആയിരുന്നു. ദെൻ നെക്സ്റ്റ് ഡേ ആയപ്പോൾ പിന്നെയും മമ്മിയുടെ സോഡിയത്തിൻ്റെ ലെവൽ കുറയുകയും മമ്മി പിന്നെയും സിക്കാവുകയും ചെയ്തു. അപ്പം ബ്രദർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, മമ്മി പിന്നെയും സിക്കായി, നീ ആദ്യം ഞാൻ ചോദിച്ചതാണ് ഞാൻ വരണമെന്ന്. അപ്പം പറഞ്ഞു നീ വരണ്ടാന്ന്. പിന്നെ പറഞ്ഞു എന്നാൽ നീ വരാൻ പറഞ്ഞു. അങ്ങനെ ഒരു തേഴ്സ്ഡേ അവൻ എന്നെ വിളിച്ചു. തേഴ്സ്ഡേ തന്നെ ഞാൻ എമർജൻസി നാട്ടിൽ, ഞങ്ങൾ ഫുൾ ഫാമിലി നാട്ടിലെത്തി. എമർജൻസി അങ്ങനെ മമ്മീനെ അവിടെ നിന്ന് ഞങ്ങൾ പാല മാർസ്ലീവ ഹോസ്പിറ്റലിലേക്ക് മമ്മീനെ അവിടെ നിന്ന് ഷിഫ്റ്റ് ചെയ്തു. അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ ഡോക്ടറിനോട് ചോദിച്ചു എന്ത് പറ്റി. അപ്പോൾ ഞാൻ പറഞ്ഞു, ഡോക്ടറെ എൻ്റെ മമ്മി നടന്നു വന്ന് ഹോസ്പിറ്റലിൽ വന്നതാണ്, പക്ഷേ ഇപ്പം വന്നപ്പോൾ മമ്മി ഫുള്ളി ബെഡ്ഡനാണ്, അൺകോൺഷ്യസ് ആണ്, ഒന്നും അറിയത്തില്ലാതെ കിടക്കുന്നു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു MRI സ്കാൻ ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ മമ്മീനെ ICUവിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. അവിടെ നിന്ന് MRI സ്കാൻ എടുത്ത് റിപ്പോർട്ട് വന്നപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞു, മമ്മിയുടെ ബ്രെയിനിലെ ബേസൽ ഗാംഗ്ലിയ എന്ന പോർഷനിലേക്കുള്ള 2 സൈഡിലേക്കുള്ള ഓക്സിജൻ സപ്ലൈ നിന്നുപോയി. അവിടെ ഹൈപ്പോക്സിക് ആയിട്ടിരിക്കുകയാണ്, സോഡിയത്തിന് ലെവൽ കുറഞ്ഞതുകൊണ്ട്. അതുകൊണ്ട് ഇനി ഞങ്ങളെക്കൊണ്ട് പറ്റുന്ന പോലെയൊക്കെ ചെയ്യാം, പക്ഷേ മോൾ ഒത്തിരി എക്സ്പെക്റ്റ് ചെയ്യരുതെന്ന് ഡോക്ടർ എന്നോട് പറഞ്ഞു. എന്നിട്ട് ഡോക്ടർ തന്നെ നല്ലൊരു ദൈവവിശ്വാസിയാണ്. ഡോക്ടർ എന്നോട് പറഞ്ഞു, മനുഷ്യർക്ക് അസാധ്യം ദൈവത്തിന് സാധ്യമായിട്ടൊന്നുമില്ല, മോൾ നന്നായിട്ട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ശക്തമായിട്ട് പ്രാർത്ഥിച്ചു. അങ്ങനെ ഒരു ദിവസം ഞാനും ഹസ്ബൻഡും കൂടെ, മമ്മി അന്ന് ICUവിലാണ് കിടക്കുന്ന സമയത്ത് ഇവിടെ വന്നു. പക്ഷേ ഞാൻ ഹസ്ബൻഡ് ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു. എമർജൻസിയിൽ പെട്ടെന്ന് വന്നതുകൊണ്ട് ഹസ്ബൻഡിൻ്റെ കയ്യിൽ ഉടമ്പടി പത്രമില്ലായിരുന്നു. അപ്പോൾ ഇവിടെ വന്ന് ചോദിച്ചപ്പോൾ അച്ഛനെ കാണാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അച്ഛൻ പലപ്പോഴും അച്ഛൻ്റെ ടോക്കുകളിൽ സംസാരിക്കുന്നത് കേട്ടിട്ടുണ്ട്. അച്ഛനെ കാണണമെന്നല്ല, മാതാവിനോടൊന്ന് പ്രാർത്ഥിക്കണമെന്നാണ് ആവശ്യപ്പെടുന്നതെന്ന്. അതനുസരിച്ച് ഞാൻ മമ്മിയുടെ ഒരു ഫോട്ടോ മൊബൈലിൽ എടുത്തുകൊണ്ടാണ് വന്നത്. അച്ഛൻ ഇവിടെ രോഗികളെ കണ്ട് കുരിശുയർത്തിപ്പിടിച്ച് പ്രാർത്ഥിക്കുന്ന സമയത്ത് ഞാൻ ആ കോർണറിൽ നിന്ന് മൊബൈൽ അച്ഛൻ്റെ കുരിശിൻ്റെ നേരെ ഓപ്പണാക്കി പിടിച്ച് ശക്തമായി പ്രാർത്ഥിച്ചു. കൃപാസനെ അമ്മേ, എൻ്റെ മമ്മീനെ തൊടണേ. എങ്ങനെയാണോ എൻ്റെ മമ്മി ഹോസ്പിറ്റലിലേക്ക് വന്നത് ആ നിലയിൽ തന്നെ നീ എനിക്ക് എത്തിക്കണം, എൻ്റെ മമ്മീനെ ബെഡിടനാക്കിയിടരുതേ എന്ന് പ്രാർത്ഥിച്ചു. അങ്ങനെ ഞാൻ തിരിച്ചുപോയി. എനിക്ക് 15 ഡേയ്സ് ലീവ് ഉണ്ടായിരുന്നുള്ളൂ. അപ്പം എൻ്റെ 2 ബ്രദേഴ്സാണ് കൂടെ നിന്നത്. അപ്പം ഒരു ദിവസം ഞങ്ങളില്ലായിരുന്ന സമയത്ത് മമ്മിയുടെ സിസ്റ്ററായിരുന്നു മമ്മിയുടെ കൂടെ നിന്നത്. അപ്പോൾ ഡോക്ടർ മമ്മിയുടെ സിസ്റ്ററിനോട് പറഞ്ഞു,
പിള്ളേരെ നിങ്ങൾ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണം, അവരൊത്തിരി എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്, പിന്നീട് അവർ കരയുന്നത് കാണാൻ എനിക്കിടയാവരുത്, കാരണം 2 സൈഡിലേക്കുമുള്ള ഓക്സിജൻ സപ്ലൈയാണ് നിന്ന് പോയിരിക്കുന്നതെന്ന്. ആൻറ്റി ഒരു ദിവസം ഞങ്ങൾ വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങളോട് പറഞ്ഞു, നിങ്ങൾക്കറിയാലോ, നിങ്ങൾ ഇങ്ങനെയൊക്കെ ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ മനസ്സുകൊണ്ടെല്ലാം പ്രിപ്പയർ ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ ലീവ് കഴിഞ്ഞു, ഞാൻ തിരിച്ചു പോയി. പിന്നെ എൻ്റെ 2 ബ്രദേഴ്സായിരുന്നു മമ്മിയുടെ കൂടെ ഹോസ്പിറ്റലുണ്ടായിരുന്നത്. ആ സമയത്ത് ഒരു ദിവസം അങ്ങനെ ഓൾമോസ്റ്റ് 1.5 മന്ത് മമ്മി ഹോസ്പിറ്റലിലായിരുന്നു. അവിടെ കിടക്കുന്ന സമയത്ത് അവർ പറഞ്ഞു, ഇപ്പോൾ ഇത്രയും ദിവസമായി ഒരു വരയിൽ ഇവർ 2 കൂടെ മമ്മിയെ എങ്ങനെയോ എടുത്ത് ബാത്റൂമിൽ കൊണ്ടുപോയി കുളിപ്പിക്കാനായിട്ട് കൊണ്ടുപോയി. അപ്പോൾ മമ്മി നൈറ്റിൽ എപ്പോഴും ഭയങ്കര ട്രമേഴ്സും ഷിവറിങ്ങും ഒക്കെ ആയിരിക്കും, ഇറിറ്റബിളായിരിക്കും, നൈറ്റിൽ ഒരിക്കലും ഉറങ്ങാറില്ല, അങ്ങനെ ഭയങ്കര ബഹളമാണ്. അപ്പം അവൻ പറഞ്ഞു, ഇന്ന് തല കഴുകി ഞാൻ കുളിപ്പിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഓർത്തു, ഇന്ന് രാത്രി മമ്മി നന്നായിട്ട് ഉറങ്ങുമായിരിക്കും. അതിനിടയ്ക്ക് ഈ മമ്മിക്ക് ട്യൂബിൽ കൂടിയാണ് എപ്പോഴും ഫുഡും കാര്യങ്ങളും ഒക്കെ കൊടുക്കുന്നത്. അപ്പോൾ ഞാനവിടെ കൊണ്ടുപോയി ഉടമ്പടി ഉപ്പും ഉടമ്പടി വെച്ചിരുന്ന തേനും ഞാൻ അവിടെ ഹോസ്പിറ്റലിൽ വെച്ചിട്ട് സിസ്റ്റർമാരോട് പറഞ്ഞു, നിങ്ങൾ എപ്പോഴൊക്കെ മമ്മിക്ക് ഫുഡ് കൊടുക്കുന്നുവോ ആ സമയത്തെല്ലാം ഇതിനകത്ത് ഉടമ്പടി ഉപ്പിട്ട് കൊടുക്കണം. അതുപോലെ മമ്മിയുടെ ചുണ്ടിൽ ഉടമ്പടി തേനും ഞങ്ങൾ തേച്ച് കൊടുക്കുമായിരുന്നു. പിന്നെ ICUവിലായിരുന്ന സമയത്ത് എപ്പോഴൊക്കെ മമ്മീനെ CT സ്കാനും എക്സ്റേയ്ക്കും MRIക്കും ഒക്കെ ഇറക്കുമോ ആ സമയത്തെല്ലാം ഹസ്ബൻഡ് എനിക്ക് ഉടമ്പടി അഭിഷേക തൈലം തന്നു വിട്ടിട്ടുണ്ടായിരുന്നു. അഭിഷേക തൈലം ഞങ്ങൾ വിസിറ്റിംഗ് ടൈമിൽ കാണാൻ പോകുമ്പോഴും ഞാനും ബ്രദറും കയ്യിൽ തേച്ചുകൊണ്ട് പോകും. മമ്മീനെ എപ്പോഴൊക്കെ ഞങ്ങൾക്ക് കാണാൻ കിട്ടുമോ ആ സമയമെല്ലാം മമ്മിയുടെ നെറ്റിയിൽ ഞങ്ങൾ അഭിഷേക തൈലം വെച്ച് കുരിശ് വരച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കുമായിരുന്നു. മമ്മി ഇതൊന്നും അറിയുന്നില്ല, അൺകോൺഷ്യസ് ലെവലിൽ തന്നെയായിരുന്നു. അങ്ങനെ ബ്രദേഴ്സ് അവിടെ നിന്ന് ഒരു ദിവസം കുളിപ്പിച്ച് തിരിച്ചു കൊണ്ടുവന്നു. മമ്മി അന്ന് വളരെ സിക്കായിരുന്നു. പിറ്റേ ദിവസം അത് ഞാൻ രാവിലെ വളരെ ഹാപ്പി ആയിട്ട് വിളിച്ചു, ഇന്ന് മമ്മി നന്നായിട്ട് ഉറങ്ങിയോ എന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, ഇല്ല, ഇന്നലെ മമ്മി എന്നത്തേലും ഭയങ്കരമായിട്ട് ബഹളമായിരുന്നു, നൈറ്റിൽ ഒരു തുള്ളി പോലും ഉറങ്ങിയിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ കേട്ടപ്പോൾ ഒത്തിരി വിഷമം വന്നു. ഞാൻ പറഞ്ഞു, മാതാവേ, മമ്മി കിടക്കുന്നത് പാലായിലാണ്, ആലപ്പുഴയിൽ നിന്ന് പാലായിലേക്ക് 2.5 മണിക്കൂറേ ഉള്ളൂ ദൂരം. നീ സഞ്ചാരി മാതാവെന്നാണ് പറയുന്നത്. നീ സഞ്ചാരി മാതാവാണെങ്കിൽ ഹോസ്പിറ്റലിൻ്റെ പേര് മാർസ്ലീവ, അവിടെ ഒരു ഉണ്ണീശോയുടെ ഗ്രോട്ടോ താഴെ വെച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, നിൻ്റെ കുഞ്ഞുണ്ണീശോയെയും കൈ പിടിച്ച്, മമ്മിയുടെ റൂം നമ്പറിൻ്റെ പേര് 6902 ആയിരുന്നു. 6902 നീയും ഉണ്ണീശോയും കൂടെ ചെന്ന് എൻ്റെ മമ്മീനെ സൗഖ്യപ്പെടുത്തി എനിക്ക് തരണം, എൻ്റെ മമ്മീനെ ബെഡിഡനായിട്ട് കാണരുതേ. ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ചിലപ്പം വെജിറ്റബിളായി ഇങ്ങനെ കിടക്കേണ്ടി വരും, വെൻറ്റിലേറ്ററിൽ ഇടേണ്ടി വരും, ഏത് ക്രിട്ടിക്കൽ സ്റ്റേജിനെ മീറ്റ് ചെയ്യാൻ നിങ്ങൾ റെഡി ആയിരിക്കണമെന്ന്. എനിവേ പിറ്റേ ദിവസം ആയപ്പോൾ ഞാൻ വിളിച്ചു, പ്രാർത്ഥിച്ച് നന്നായിട്ട് ശക്തമായി മാതാവിനോട് പ്രാർത്ഥിച്ചു. പിറ്റേ ദിവസം തൊട്ട് മമ്മിക്ക് സഡൻ പ്രോഗ്രസ് ആയിരുന്നു. മമ്മി ആദ്യം കണ്ണു തുറന്നു, അങ്ങനെ പയ്യെ എഴുന്നേറ്റിരുന്നു, മൂക്കിൽ കൂടെയുള്ള ട്യൂബെല്ലാം റിമൂവ് ചെയ്തു, വായിലൂടെ കഴിച്ചു, പയ്യെ എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങി. എൻ്റെ മമ്മി എങ്ങനെയാണോ നടന്ന് ഇറങ്ങി വീട്ടിൽ നിന്ന് പോയത് ആ രീതിയിൽ തന്നെ നടന്ന് തിരിച്ചു വന്നു. പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനുകോടി നന്ദി. എൻ്റെ മമ്മീനെയും കൊണ്ട് വന്ന് ഞാനിവിടെ സാക്ഷ്യപ്പെടുത്തിയേക്കാന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഞങ്ങൾ ഇടുക്കിയിൽ നിന്ന് ഇത്ര ഏർലി മോർണിംഗ് 2 o'clock വന്ന മമ്മിക്ക് അത്രയും നേരം ട്രാവൽ ചെയ്ത് വരാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. ഇനി വരുന്ന അവസരത്തിൽ എൻ്റെ മമ്മീനെ ഞാൻ കൊണ്ടുവരുന്നതായിരിക്കും. ഇതാണ് ഫസ്റ്റ് അമ്മ ഞങ്ങൾക്ക് തന്ന ഒരു വലിയ അനുഗ്രഹം. അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനുകോടി നന്ദി പറയുന്നു. രണ്ടാമത്തെ എൻ്റെ നിയോഗം എന്ന് പറയുന്നത്, എൻ്റെ സഹോദരൻ, അവന് വളരെ വലിയ വിശ്വാസമൊന്നുമില്ല, അത്യാവശ്യം കുർബാനയ്ക്ക് പോകും എന്നല്ലാതെ അത് കൂടുതൽ വലിയ വിശ്വാസമൊന്നുമില്ലായിരുന്നു. അത് ഞാൻ ഉടമ്പടിയിൽ വെച്ചിരുന്ന ഒരു നിയോഗമായിരുന്നു. അതിന് 10 വർഷം, അതിനുശേഷം 10 വർഷത്തിന് ശേഷം കുമ്പസാരിച്ചു, കുർബാന സ്വീകരിച്ചു. ഇന്ന് എൻ്റെ സഹോദരൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. അതിനും അമ്മ മാതാവിനും തിരുക്കുമാരനും കോടാനുകോടി നന്ദി പറയുന്നു. പിന്നെ ഞങ്ങളുടെ വീട്ടിലെ സഹോദരൻ ഒരു ചപ്പാത്തി യൂണിറ്റ് ഉണ്ട്. ആ യൂണിറ്റിൽ ഞങ്ങൾക്ക് കുഴൽക്കിണറാണ് ഉണ്ടായിരുന്നത്. ഒരു ദിവസം ഞാൻ വിളിച്ചപ്പോൾ മമ്മി എന്നോട് പറഞ്ഞു, കുഴൽക്കിണറ്റിലെ വെള്ളം വറ്റിപ്പോയി, ഇനി അത് വേറെ കിണർ കുത്തണമെന്നാണ് പറയുന്നത്. അപ്പം അതിലിനി വെള്ളം കിട്ടത്തില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, മമ്മി അവിടെ ഉപ്പിട്ട് ശക്തമായിട്ട് പ്രാർത്ഥിക്കും, മാതാവിന് അസാധ്യമായിട്ടൊന്നുമില്ല. ചിലപ്പോൾ എൻ്റെ ബ്രദേഴ്സിനോട് പറഞ്ഞാൽ അവർ എന്നെ കളിയാക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞു, മമ്മി ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ, അവർക്ക് രണ്ടാമത് ആ കിണറ്റിൽ ഒന്നും കൂടി ഒരു മോട്ടർ ഇണക്കാനായിട്ട് തോന്നണമേ എന്ന് പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായിട്ട് 2 ദിവസം കഴിഞ്ഞ് അവർ പിന്നെയും അതിനകത്ത് ഒന്നോടെ മോട്ടർ ഇറക്കി നോക്കുകയും അതിനകത്ത് ഇതുവരെയും പറ്റാത്ത തരത്തിലുള്ള വെള്ളം തന്ന് അമ്മ മാതാവ് ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്തു. പിന്നെ എൻ്റെ ജീവിത പങ്കാളിയുടെ ഓഫീസിൽ
കുറച്ച് ഇഷ്യൂസൊക്കെ ഉണ്ടായിരുന്നു. മാനേജറാണേലും സംടൈം ഹെവി ഡ്യൂട്ടിയൊക്കെ ആയിരുന്നു. അപ്പോൾ ഹസ്ബൻഡ് ഒരു സമയം ഉടമ്പടി ഉപ്പ് അവിടെ കൊണ്ട് ഇട്ടു. അതിൻ്റെ ഫലമായിട്ട് പിന്നീട് ഹസ്ബൻഡിന് പ്രൊമോഷനോടുകൂടി ജോലിയാകുകയും സാലറി ഇൻക്രിമെൻറ്റ് നൽകി അമ്മ മാതാവ് അനുഗ്രഹിക്കുകയും ചെയ്തു. ഇപ്പോൾ ഡ്യൂട്ടിയിൽ വേറെ ഇഷ്യൂസൊന്നുമില്ല. പിന്നെ ഞാൻ എഴുതാൻ മറന്നുപോയൊരു കാര്യം പറയാണ്. 2021 ഏപ്രിൽ 11 ഞങ്ങളിവിടെ വന്ന് രണ്ടാമത്തെ വട്ടം ഉടമ്പടി പുതുക്കാൻ വന്ന സമയത്ത് അവിടെ വെച്ച് എൻ്റെ കൈ ഒടിഞ്ഞ് ഒരു 3 ആഴ്ച പ്ലാസ്റ്റർ ഇട്ടിരിക്കുകയായിരുന്നു. പ്ലാസ്റ്റർ വെട്ടി രണ്ടാമത്തെ ദിവസമാണ് ഞാൻ ഇവിടെ വരുന്നതെന്ന് ഞാൻ മാതാവിനോട് പറഞ്ഞായിരുന്നു. ഞങ്ങൾക്ക് ഇവിടെ വന്ന് സാക്ഷ്യപ്പെടുത്തിയതിന് ശേഷം മാത്രമേ ഞാൻ എവിടെയെങ്കിലും പോകുകയുള്ളൂ എന്ന്. അപ്പോൾ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയം എനിക്ക് വന്ന സമയത്ത് കൈക്ക് നല്ല നീരും വേദനയും ഉണ്ടായിരുന്നു. അന്ന് ദൈവാനുഗ്രഹം പോലെ ജോസഫ് അച്ഛൻ്റെ ഉടമ്പടി ധ്യാനമുണ്ടായിരുന്നു. അച്ഛൻ ഓൺലൈനിൽ കൂടെ ഇവിടെ വന്ന് ഞാൻ ധ്യാനം കൂടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അച്ഛൻ പറഞ്ഞു, ലെഫ്റ്റ് എൽബോയുടെ അവിടെ അസ്ഥിസന്ധമായ എന്തോ ഒരിതുള്ള ഒരാളെ കർത്താവ് സുഖപ്പെടുത്തുന്നുവെന്ന്. അത് ഞാനാണെന്ന് ഞാൻ ഉറച്ചു വിശ്വസിച്ചു. എൻ്റെ എവിടെ പൊട്ടിയോ ആ പൊസിഷനിൽ തന്നെ ടച്ച് ചെയ്താണ് അച്ഛൻ അന്ന് കാണിച്ചത്. അതിനുശേഷം എനിക്ക് ഒരു വേദനയുമില്ല. പിന്നെ ഞാൻ മറന്നുപോയൊരു കാര്യം, ഞങ്ങളുടെ പെര പണി 2020 തുടങ്ങിയ പെരപണി ഞങ്ങൾക്ക് ഇടയ്ക്ക് വെച്ച് നിർത്തേണ്ട വന്നു. കൊറോണയും കാര്യങ്ങളും കാരണമുണ്ട്, സാമ്പത്തിക ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നു. അതിൻ്റെ പേരിൽ നിർത്തി വെച്ചതിന് ശേഷം 2020 ഒക്ടോബർ മാസം ഹസ്ബൻഡ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. ആക്ച്വലി ഹസ്ബൻഡ് 7 days എമർജൻസി ലീവിന് വന്നത് ഇത് വിൽക്കാൻ വേണ്ടിയിട്ടായിരുന്നു. ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം പെരയ്ക്ക് ചുറ്റും വന്ന് ഉടമ്പടി ഉപ്പിട്ട് പ്രാർത്ഥിച്ചിട്ട് തിരിച്ചുപോയി. പിന്നെ ഞങ്ങൾക്ക് എവിടുന്നാണെന്ന് അറിയത്തില്ല. അമ്മ മാതാവ് പല സൈഡിൽ നിന്നും സാമ്പത്തികമായി നൽകി ഞങ്ങളെ ഒത്തിരി അനുഗ്രഹിച്ചു. കടബാധ്യതയില്ലാത്ത ഒരു നല്ല ഭവനം ഞങ്ങൾക്ക് തന്നു. മാതാവിനെ അടുത്ത് ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കാൻ പറഞ്ഞത് പ്രകാരം ഞങ്ങൾ പ്രാർത്ഥിച്ചു. 2022 ഏപ്രിൽ 30 ഞങ്ങൾക്ക് പെരപണി പൂർത്തിയാക്കണമെന്ന് അവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, കോമ്പൗണ്ട് വോളും ഗേറ്റും ഒന്നും വെക്കാൻ പറ്റത്തില്ല, പെയിൻ്റ് അടിയും പകുതിയാക്കുള്ളൂ, അത് കഴിഞ്ഞിട്ട് ഹൗസ് വാമിങ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ചെയ്യാമെന്ന്. ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു, നമുക്ക് ഉറച്ച് വിശ്വസിച്ച് പ്രാർത്ഥിക്കാം, അമ്മ മാതാവിന് അസാധ്യമായിട്ടൊന്നുമില്ലയെന്ന്. ഏപ്രിൽ 29 12 midnight ആയപ്പോഴത്തേക്കും സർവ്വ പണിയും പൂർത്തിയാക്കി, കോമ്പൗണ്ട് വോളും ഗേറ്റും പെയിൻറ്റും എല്ലാം പൂർത്തിയാക്കി ഞങ്ങൾക്ക് പെര കയ്യിൽ കിട്ടി. 30-ാം തീയതി ഞങ്ങൾ ഹൗസ് വാമിങ് നടത്തുകയും ചെയ്തു. അതുപോലെ നിരവധിയായ ചെറുതും വലുതുമായ ഒത്തിരി അനുഗ്രഹങ്ങൾ മാതാവ് എപ്പോഴും ഞങ്ങൾക്ക് നൽകാറുണ്ട്. ഇത്രയും അനുഗ്രഹം തന്ന അമ്മ മാതാവിനും തിരുക്കുമാരനും കോടാനുകോടി നന്ദി പറയുന്നു.